ലക്ഷ്മി വർക്കിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു അയൺ ബോക്സ് റെഡിയാക്കിയാലോ? അത് ആദ്യം അതിൻ്റെ കോഡ് വയറിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അത് സാവകാശം അഴിക്കുക. അതിൻ്റെ ബാക്ക് വശം അഴിച്ചിട്ട് അതിൻ്റെ കോയിലുള്ള പുറം വശം അഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോയിലാദ്യം ചെക്ക് ചെയ്യണം. കോയിൽ ചെക്ക് ചെയ്ത ശേഷം അതിൻ്റെ തെർമോസ്റ്റാറ്റും ചെക്ക് ചെയ്യണം. കോയിൽ അഴിക്കുകയാണെങ്കിൽ അതിൻ്റെ പഴയ റിവീറ്റ് ഒരു ചെറിയ ഉളി കൊണ്ട് വെട്ടിയ ശേഷം അത് പതുക്കെ എടുത്ത് മാറ്റാവുന്നതാണ്. അത് തൊട്ട് കാണിക്കുന്ന ആ ഭാഗം പതുക്കെ അത് മാറ്റിയിട്ട് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ തെർമോസ്റ്റാറ്റാണ് പോയിരിക്കുന്നത്. അത് തെർമോസ്റ്റാറ്റ് പതുക്കെ അഴിക്കുക. അത് നമ്മൾ അഴിക്കുമ്പോൾ അതിൻ്റെ ലീഡ് വയറൊന്നും ഒടിഞ്ഞു പോകരുത്. ഉണ്ടോ? അതിൻ്റെ റിവീറ്റിൻ്റെ ഭാഗം പതുക്കെ ചെറിയ ഉളി കൊണ്ട് അത് കുത്തി കളഞ്ഞ ശേഷം ഈ കോയിൽ നമുക്ക് എടുക്കാം. കോയിലാണ് പോയിരിക്കുന്നതെങ്കിൽ ആ കോയിൽ നമുക്ക് സാവകാശം എടുക്കുക. എടുത്ത ശേഷം അതിൻ്റെ റിവീറ്റ് ഇല്ലാത്ത ഒരു ഭാഗമുണ്ട് ഇടയ്ക്ക്, അവിടെ വേണം രണ്ടാമത് റിവീറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് ഇത് സർവീസ് റിപ്പയറിങ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇത് എളുപ്പത്തിൽ നമ്മളെ കറണ്ട് അടിക്കുന്ന ഒരു സംഭവമാണ് അയൺ ബോക്സ് എന്ന് പറയുന്നത്. തെർമോസ്റ്റാറ്റാണ് ഇതിന് പോയിരിക്കുന്നത്. തെർമോസ്റ്റാറ്റ് പുതിയത് ഒരെണ്ണം മേടിച്ച് വെക്കണം. വെച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. കോയിലാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ റിവീറ്റ് ആദ്യം കളഞ്ഞിട്ട് ഇത് ഊരി അതിൻ്റെ അളവനുസരിച്ച് വേണം കോയിൽ വാങ്ങുവാൻ. കോയിൽ മേടിച്ച് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് അതിൻ്റെ തെർമോസ്റ്റാറ്റിലോട്ട് കണക്ഷൻ കൊടുത്തിട്ട് ബാക്കി 2 വയറും വെളിയിലോട്ട് ഇടണം. അതിലാണ് നമ്മൾ ഫേസും ന്യൂട്രും കൊടുക്കേണ്ടത്. അതിൽ പച്ച ലൈനുണ്ട്. പച്ച ലൈൻ ബോഡി എർത്ത് കൊടുക്കണം. അപ്പം നമ്മളെ തരിയരിപ്പുള്ള കറണ്ട് അതിൽ എന്തായാലും ഇൻഡക്ഷൻ കറണ്ട് എന്ന് പറയും. ഇൻഡക്ഷൻ കറണ്ട് വരാതിരിക്കാനാണ് ഹൗസ് എർത്തിങ്ങിൽ കൊടുക്കുന്നത് ആ പച്ച വയർ. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ കോയിലിൻ്റെ പുറം ബോഡി ആദ്യം സെറ്റ് ചെയ്യണം. വയറെല്ലാം ക്രമമായിട്ട് പുറത്ത് വരുന്ന തരത്തിൽ എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ അകത്തൊരു ഈ വെള്ള ബോഡിയുടെ അകത്തൊരു ബട്ടൺ പോലെ ഒരു സാധനമുണ്ട്. അത് പോയോ ഇല്ലയോ എന്നൊക്കെ 3 ബട്ടണുണ്ട്. അത് പോയോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് സാവകാശം ആ ബോഡിയിലോട്ട് സ്ക്രൂ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. സാവകാശം ചെയ്താൽ മതി. അത് ആ പുറം ബോഡി ഒരു കാരണവശാലും പൊട്ടിപ്പോകരുത്. ആ തരത്തിൽ വേണം നമ്മൾ ആ സ്ക്രൂ ഇട്ട് മുറുക്കാൻ. മൂന്ന് സ്ക്രൂ ഉണ്ട്. 3 സ്ക്രൂവും ടൈറ്റ് ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് സീരിയൽ ലാമ്പിൽ നോക്കുമ്പോൾ ഈ ഫേസും എർത്തുമായിട്ട് നോക്കണം. അത് ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ കോഡ് വയർ ഉണ്ടല്ലോ, കോഡ് വയറിലും ചിലപ്പോൾ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് പ്രത്യേകം 3 വയർ, കോഡ് വയറിൽ 3 വയറുണ്ട്. ആ 3 വയറും നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അത് ഷോർട്ടിങ് ഉണ്ടെങ്കിൽ അത് വയറെടുത്ത് മാറ്റിയിട്ട് പുതിയ വയർ നമ്മൾ കണക്ട് ചെയ്യണം. എന്തെങ്കിലും പുറമേ അതിൻ്റെ വയർ ലീക്ക് ചെയ്തിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു ഇൻസുലേഷൻ ടേപ്പ് അതിൽ ചുറ്റണം.
ഇപ്പോൾ കോഡ് വയർ അതിൻ്റെ യഥാസ്ഥാനത്ത് തന്നെ ഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഫേസ് വരുന്നത് റെഡാണ്. റെഡ് ഭാഗം അതിൽ കണക്ട് ചെയ്യണം, കോഡ് വയറുമായിട്ട് കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ന്യൂട്രൽ വയർ കണക്ട് ചെയ്യണം, കോഡ് വയറും കൂടെ കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എർത്ത് വയർ നമ്മൾ അത് കണക്ട് ചെയ്യണം. വളരെ സാവകാശം ചെയ്താൽ മതി, ഒരു കാരണവശാലും തെറ്റിപ്പോകരുത്. വളരെ ഡേഞ്ചറായിട്ടുള്ള സാധനമാണ് അയൺ ബോക്സ്. അതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിയായിട്ടും ശ്രദ്ധിച്ചും യുക്തിപരമായിട്ടും വേണം ഇത് കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അപകട സാധ്യത നമുക്കുണ്ടാകും. അതിൻ്റെ എർത്തും വൃത്തിയായിട്ട് കൊടുക്കണം. എല്ലാം ടൈറ്റ് ചെയ്തോ എന്ന് രണ്ടാമതൊന്നും കൂടെ ഉറപ്പ് വരുത്തുക. യഥാസ്ഥാനത്ത് തന്നെയാണോ കൊടുത്തിരിക്കുന്നത് എന്ന് രണ്ടാമതും ഒന്നുകൂടെ നോക്കി ഉറപ്പ് വരുത്തണം. അത് യാതൊരു കാരണവശാലും തെറ്റിപ്പോകരുത്. തെറ്റിപ്പോയാൽ എർത്ത് തെറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കറണ്ട് അടിച്ചിരിക്കും, ഉറപ്പാണ്. അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതിൻ്റെ ബാക്ക് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് വയറ് ഒരു ചുറ്റി വരുന്ന ഒരു ഭാഗമുണ്ട്, ആ ചുറ്റി തന്നെ വരണം, അല്ലെങ്കിൽ ആ വയറ് അവിടം വെച്ച് ഒടിഞ്ഞു പോകും നമ്മൾ തേയ്ക്കുമ്പോൾ. അതിൻ്റെ ബാക്ക് വശം അടച്ചു കഴിഞ്ഞു. അതിൻ്റെ ഹാൻഡിൽ പിടി സെറ്റ് ചെയ്യുകയാണ്. ശേഷം ബാക്ക് വശം ഒന്നുകൂടെ തള്ളിപ്പിടിച്ച് സ്ക്രൂ ഇടണം. ബാക്ക് വശം ഇടുന്നത് വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ ബാക്ക് വശത്തിലെ കവറ് തെന്നിപ്പോയോ എന്നൊക്കെ നോക്കണം. തെന്നിപ്പോയെങ്കിൽ അത് നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ അവിടെ പൊട്ടാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് റെഗുലേറ്റർ നോബുണ്ട്, അതും സെറ്റ് ചെയ്യണം. അതിൻ്റെ വെട്ടിൽ കറക്റ്റായിട്ട് വരും. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ തേപ്പുപെട്ടി റെഡിയായി കഴിഞ്ഞു. അത് മൾട്ടിമീറ്ററിലൊന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനോടുകൂടി ഒരു കാര്യം പറയാനുള്ള, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങൾ ഇനിയും തുടർന്ന് പല വീഡിയോകൾ ഇവിടെ ഇടുന്നതാണ്, ഇതിൻ്റെ കൂട്ടത്തിലിടും. അപ്പോൾ എനിക്ക് ഒരുപാട് പണികൾ ഇവിടെ വരുന്നുണ്ട്, പല ഐറ്റംസാണ് ഇവിടെ പണിയുന്നത്. അപ്പോൾ അതിനൊക്കെ വീഡിയോ ഞാൻ ഇടാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി വീഡിയോയുടെ ഒരു ഘോഷയാത്ര തന്നെ ആയിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക. അപ്പോൾ അത് മെയിൻസിൽ കൊടുത്ത് ചെക്ക് ചെയ്തു. ഇത് എല്ലാം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ, കറണ്ടൊന്നും അടിക്കരുത്. താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോ കാണാം.